ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു മനുഷ്യൻ ഓടി വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നല്ലവനായ ഗുരു, ഞാൻ നിത്യജീവൻ പ്രാപിക്കുന്നതിന് എന്ത് ചെയ്യണം? യേശുനാഥൻ കൽപ്പനകൾ പാലിക്കാൻ അവനോട് ആവശ്യപ്പെടുകയാണ്. അവസാനം അവനോട് പറയുന്നത്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം. നിനക്കുള്ളൊരു കുറവ് അതാണ്. കാരണം അവൻ സമ്പത്തിനെ അധികമായി സ്നേഹിച്ചിരുന്നു. ദൈവത്തെക്കാളും മനുഷ്യരെക്കാളൊക്കെ ഉപരി അവൻ സമ്പത്തിനെ അധികമായി സ്നേഹിച്ചിരുന്നു. കൽപ്പനകളൊക്കെ പാലിച്ചിരുന്നവനാണ്, പക്ഷേ അവൻ്റെ മനസ്സ് മുഴുവനും സമ്പത്തിലായിരുന്നു. അതുകൊണ്ടായിരിക്കണം വിശ്വനാഥൻ പറഞ്ഞത്, നിനക്കൊരു കുറവുണ്ട്, നീ അതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ നിൻ്റെ കുറവില്ലാതായി മാറും, അപ്പോൾ നിനക്ക് എന്നെ അനുഗമിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ ആദ്യം തന്നെ ക്രിസ്തുവിനെ വിളിക്കുന്നത് നല്ലവനായ ഗുരുവെന്നാണ്. അപ്പോൾ യേശുനാഥൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവം മാത്രമാണ് നല്ലവൻ? ഒരു ചില തെറ്റിദ്ധാരണ ഉണ്ടാവാം. അപ്പം യേശുനാഥൻ പറയുന്നത്, എന്നെ നീ നല്ലവനെന്ന് വിളിക്കരുത്, ദൈവമാണല്ലോ നല്ലവൻ എന്ന്. അങ്ങനെയല്ല. യേശുനാഥൻ അവനോട് ചോദിക്കുന്ന മറുചോദ്യം, ദൈവം മാത്രമാണ് നല്ലവനെന്ന് നിനക്കറിയാം, അപ്പോൾ നീ എന്നെ നല്ലവനായ ഗുരു എന്ന് വിളിക്കുമ്പോൾ എന്നെ നീ ദൈവമായി അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ നീ ദൈവമായി എന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് നീ എന്നെ അനുഗമിക്കണം. കാരണം ഞാൻ ദൈവമാണ്, എല്ലാറ്റിനേക്കാളും വലിയവനാണ്, ആ ഒരു തിരിച്ചറിവ് നിനക്കുണ്ടാകണം എന്ന് ഒരു മറുചോദ്യം കൂടെയാണിത്. അപ്പം ഇവിടെ ഈ നല്ലവനായ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നമുക്ക് വ്യക്തമായിട്ട് സുവിശേഷത്തിൽ കാണാൻ പറ്റും. നമ്മളിന്ന് ധ്യാനിക്കേണ്ടതും അതിനെക്കുറിച്ചാണ്. ഇപ്പം അവൻ ചെയ്യുന്ന നന്മകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യേശുനാഥൻ അവനോട് പറയുന്നുണ്ട്, നിനക്കൊരു കുറവുണ്ടെന്ന്. ആ കുറവിനെ കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഈ വചനത്തിൽ നിന്ന് തന്നെ ധ്യാനിക്കേണ്ടതാണ്. അവനോട് യേശുനാഥൻ സംസാരിച്ച് കഴിയുമ്പോൾ യേശുനാഥൻ സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ടെന്ന്. ആലോചിക്കണം, പരിപൂർണതയുടെ മൂർത്തിഭാവമായ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു മനുഷ്യൻ കുറവുകളോടെ വന്ന് നിൽക്കുമ്പോൾ കുറവുകളുടെ പേരിൽ അവനെ തള്ളിക്കളയാതെ സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് അവനോട് പറയുകയാണ്, മോനെ നിനക്കൊരു കുറവുണ്ടെന്ന്. ഇതാണ് നല്ലവനായ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സ്വഭാവം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കുറവുകളുടെ പേരിൽ ദേഷിക്കുകയോ കോപിക്കുകയോ ചെയ്ത് അവനെ തള്ളിക്കളയുന്നവനല്ല, പകരം അവനോട് സ്നേഹപൂർവ്വം അനുഭാവപൂർവ്വം പെരുമാറുന്ന ഒരു ദൈവം. അവനെ സ്വന്തം മക്കളുടെ കുറവുകൾ അറിയാവുന്ന അപ്പന്മാർ അല്ലെ അമ്മമാർ മക്കളെ പിടിച്ചിരുത്തി, മോനെ നിനക്കൊരു കുറവുണ്ട്, നീ അത് തിരുത്തണം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ദൈവം അപൂർണനായ മനുഷ്യനെ ചേർത്ത് നിർത്തി സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് അവൻ്റെ കുറവുകളെ കുറിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തണം. പക്ഷേ ഇവിടെ വളരെ സങ്കടകരമായ കാര്യം, അവനത് തിരിച്ചറിയാതെ ആ സ്നേഹത്തെ വിട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോടും അനുഭാവപൂർവ്വം സ്നേഹപൂർവ്വം സംസാരിക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ കുറവുകളെക്കുറിച്ച് എന്നോട് പറയും, എടാ ഇങ്ങനൊരു കുറവ് നിനക്കുണ്ടെന്ന്. അവൻ ചിലപ്പോൾ വചനത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ മറ്റു മനുഷ്യരിലൂടെ ആയിരിക്കും, ചിലപ്പോൾ അവൻ നേരിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അവൻ ഇടപെടുന്നുണ്ട്. അപ്പോൾ അത്രയും സ്നേഹം നമ്മളോട് കാണിക്കുന്നതാണ്. കുറവുകളുടെ പേരിൽ തള്ളിക്കളയുന്നവനല്ല, എന്നാൽ ആ കുറവുകളെ നമുക്ക് ഉണർത്തി തരുന്ന ഒരു ദൈവം. അപ്പോൾ ആ ദൈവത്തെ മനസ്സിലാക്കാനും സ്നേഹപൂർവ്വം അവൻ എനിക്ക് പകർന്നു തരുന്ന ഈ കുറവുകളെക്കുറിച്ചുള്ള ബോധ്യം, ആ ബോധ്യത്തിൽ ഈ കുറവുകളെ തിരുത്താനും ഞാൻ ശ്രമിക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ.